യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലേസി സ്ലോ സാറ്റർഡേ രാവിലെ ആയിരുന്നു കേട്ടോ. നല്ല വൈകിയാണ് എഴുന്നേറ്റത്. ഇന്നലെ ഞാനൊരു വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കിയത് ഭയങ്കര ലേറ്റായിട്ടാണ്. അപ്പോൾ ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ രാവിലെ വൈകി എഴുന്നേറ്റു. പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ടിമ്മിൽ പോയിട്ട് കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ചില സാറ്റർഡേയ്സ് നമ്മുടെ എങ്ങനെയായിരിക്കും, നമ്മൾ വൈകി എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്ത് പോയി ആണ് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച് പോലെ. ചില സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും സെറ്റാക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ടിമ്മിൽ പോയി ബ്രഞ്ച് കഴിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. തണുപ്പായതുകൊണ്ട് നമുക്ക് ഒരു ഹൂഡി ഇടാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട് കേട്ടോ. ഈ ജാക്കറ്റ് കൂടിയിട്ടത് നന്നായി. ഇന്ന് സാരി കൊടുത്ത് പുറത്ത് പോയി. ഇവിടെ നമുക്കൊരു പാർക്കുണ്ട്, ഞാൻ ഇപ്പോൾ പോകുമ്പോൾ കാണിച്ചു തരാം. അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. ഈ കാറ്റത്ത് തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എടുക്കാൻ പറ്റില്ല. പ്ലെയിൻ പോകുന്നു. അപ്പോൾ ഇന്ന് ആ പരിപാടി നടക്കില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ഒരു വൈകിട്ട് സൺസെറ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും കുറയുമോന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്. ഇവിടെ ഫുൾ യെല്ലോ പൂക്കൾ, നല്ല രസം കാണാൻ. ടു ഷോപ്സ് ആൻഡ് ഫുഡ് മോൾ. അങ്ങോട്ടാ ഓടിപ്പോണേ. കൊള്ളാവോ? Orange chicken? Yeah, rice and noodle for you. The noodle, this one here. Shahi noodle. You have mango, right? യെസ്, Mango salad there. I'll go the mango, yes. മാംഗോ എനിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. താങ്ക് യു മോന്. പക്ഷേ ഇല്ലേ, പച്ച മാങ്ങ. Chili chicken and the Yes, mango chicken. that's correct, yes. മാംഗോ ചിക്കൻ, മാംഗോയുടെ ഫ്ലേവർ ഉണ്ട്. Orange chicken. അല്ലടാ, മാംഗോ ചിക്കൻ അത്. That's Yep. More for you. All right, that's a lot of fun. Thank you. താങ്ക് യു. ടിം ഹോട്ടൽസിലെ എക്സ്ട്രാ ലാർജ് ഡബിൾ ഡബിൾ. എനിക്ക് ക്രിസ്പി ക്രേവബിൾ ചിക്കൻ. എൻ്റെ ക്രേവബിൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കോഫി എക്സ്ട്രാ ലാർജ് ഡബിൾ ഡബിൾ. അനീഷ് ഓർഡർ ചെയ്തത് കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ മാംഗോ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാംഗോ ആഡ് ചെയ്തു. ഇതാ കഴിച്ചോ. എനിക്ക് ക്രേവബിളാണ് ഓർഡർ ചെയ്തത് ടിമ്മിലെ. നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് മെട്രോയിലേക്ക് വന്നു. മാക്കറലാണോ മേടിക്കുന്നത്? മാക്കറൽ
മേടിക്കാൻ പോയിട്ട് മീൻ കിട്ടിയില്ല. സോ ചിക്കൻ മേടിച്ചു. എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പം നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കാൻ വന്നതാ. ഇതൊക്കെ നല്ല പഴുത്ത മാങ്ങ. ബാസ്ക്കറ്റ് മാങ്ങ മാത്രം മേടിച്ചാൽ പോരെ? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പച്ചക്കറിക്കടയിൽ നിന്ന് മാങ്ങയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാങ്ങ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പ് അതിനകത്ത് കണ്ടപ്പം വലിയ 2 മാങ്ങയായിരുന്നു കേട്ടോ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ ഇതുപോലത്തെ ചെറിയ കറക്റ്റ് നമുക്ക് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ മാങ്ങ കിട്ടി. അപ്പം നമുക്കൊരു അടിപൊളി മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് എനിക്കൊരു റീൽ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം കുക്കിംഗ് പരിപാടിയിലോട്ട് വന്നത്. എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. പിന്നെ ഡിന്നർ സമയമായിട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ ചെറിയ മാങ്ങ വെച്ചിട്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കാമല്ലോ. എൻ്റെ കയ്യിൽ മൺചട്ടി ഉണ്ട്, പക്ഷെ അതിലുണ്ടാക്കുമ്പോൾ എന്തോ ഒരു മണമുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല ചട്ടിയല്ല എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഞാൻ എൻ്റെ മാങ്ങയൊക്കെ നന്നായിട്ട് പീൽ ചെയ്ത് വേവിക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് ചേർത്ത് പിന്നെ കടുകും വറുത്ത് കഴിഞ്ഞാൽ മാങ്ങ പുളിശ്ശേരി സെറ്റ്. മാങ്ങാപ്പുളിശ്ശേരിയും പിന്നെന്താ? മാങ്ങാപ്പുളിശ്ശേരിയും ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചോറ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ ഉണ്ടാക്കണേ? പിന്നൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഒരു മാങ്ങ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മധുരം ഉണ്ടോ എന്ന് നോക്കാം. ഈ മാങ്ങ കറക്റ്റ് കഴിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ മാങ്ങ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്. അതായത് നാട്ടിൽ മരത്തിൽ നിന്ന് വീഴുന്ന മാങ്ങ കഴിക്കുന്ന ടേസ്റ്റ്. കടിച്ചതാ അല്ലേ? തൈരുണ്ടല്ലോ അല്ലേ? തൈര് മാമ്പഴപ്പുളിശ്ശേരി കിട്ടാനായിട്ട് ഫ്ലെയിം ആക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് താഴ്ച ചേർക്കാം. താഴ്ച ചേർക്കാനായിട്ട് തേങ്ങ ചേർത്തു. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് തൈര് ഇട്ടിട്ട് കടുകും വറുത്ത് കഴിഞ്ഞാൽ മാമ്പഴപ്പുളിശ്ശേരി റെഡി. ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണ്. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ഉപ്പിട്ടപ്പം കറക്റ്റായി. ശരിക്കും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു മാമ്പഴത്തിന്. ഐ മീൻ ഞാൻ വിചാരിച്ചു ഇച്ചിരി മധുരം കുറവായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ശർക്കര ഇട്ടില്ലേ, അത് ഇത്തിരി കുടിപ്പ് തോന്നുന്നു. എനിക്ക് മാമ്പഴപ്പുളിശ്ശേരിയിൽ ഒത്തിരി മധുരം ഇഷ്ടമല്ല, കുറച്ച് മധുരം ഇഷ്ടം. അതിനാ നമ്മള് തൈരിന്റെ പാർട്ട് വരുന്നത്. പക്ഷേ നമുക്കിവിടെ അങ്ങനെ പുളിയുള്ള തൈരൊന്നും അല്ലല്ലോ, പ്ലെയിൻ തൈരല്ലേ. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മൊത്തം തൈരിടാം. ഇനി കടുക് വറുത്ത് കൊള്ളാം. ഞാനിതും കൂടെ ഇടാം. വെർജിൻ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് കടുക് വറുക്കാം. ഇവിടെ ഇതെല്ലാം ഇങ്ങനെ കട്ടിയായിട്ടാട്ടോ ഇരിക്കുന്നത്.
നമ്മുടെ കോക്കനട്ട് ഓയിൽ കാണുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഇട്ട് അങ്ങ് ഉരുക്കിയാൽ മതി. കുറച്ചും കൂടി മാങ്ങാ പുളിശ്ശേരി ആകുമ്പോൾ കുറച്ച് കൂടിയിരിക്കട്ടെ, ഒരു ടേസ്റ്റ് കൂടുതൽ. കടുക് വറുത്ത് ഇട്ടു. ഇളക്കാതെ നമ്മളിനി കഴിക്കാൻ നേർത്തിട്ട് ഇളക്കിയാൽ മതി. അപ്പം ഇതിൽ ഇരുന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആ മണമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാകും. അതുകൊണ്ട് കഴിക്കാൻ നേരത്ത് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടുക് വറുത്തപ്പം ഒരു കടുക് വന്നിട്ട് ഇവിടെ വന്നിരുന്നു. എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നു. കുഴപ്പമുണ്ടെന്നെങ്കിലും യാ. അപ്പോൾ പരിപാടി കഴിഞ്ഞു, ചോറായിട്ടുണ്ട്. യെസ്, ഇനി കഴിക്കാൻ നേരത്ത് കാണാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഇവിടെ വെറുതെ ടി വിയിൽ എന്തോ സിനിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറായി കഴിഞ്ഞിട്ട്, അല്ല ചോറ് വെന്തു കേട്ടോ, ചിക്കനായി കഴിഞ്ഞിട്ട് നമുക്ക് ചോറുണ്ടാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചോറും കറിയും ചിക്കനും ഓൾ സെറ്റ്. ഓക്കെ, നമുക്ക് അവിടെ പോയി ഇരുന്ന് ചിക്കൻ കണ്ട് കഴിക്കാം.